respected Shivaram on the dais, and other dignitaries on the dais, and my dear friends. ഈ പരിപാടിയിലെ അധ്യക്ഷ പ്രസംഗം ഇനോഗ്രൽ അഡ്രസ് ക്ഷണിച്ചതിന് എല്ലാവരും അതിന്റെ ഭാര്യമാരോട് ഞാൻ കടപ്പെട്ടിട്ടുണ്ട്. ഇത് ഫജൂ സാലിഹിന് കൊടുക്കുന്ന അവാർഡ് ദാന സമ്മേളനം ഒരു സ്റ്റേജാണ്. ഫജൂ സാലിഹിനെ എങ്ങനെ തിരഞ്ഞെടുത്തു എന്നുള്ളത് വളരെ ക്ലിയർ ആണ്, ട്രാൻസ്പാരന്റ് ആണ്. ഈ അവാർഡ് സത്യത്തിന് ഫജൂ സാലിഹിനേക്കാൾ കൂടുതൽ ബാക്കിയുള്ളവർക്കുള്ള ഒരു അവാർഡാണ് ഇൻ ആന്റിസിപ്പേഷൻ ടു ദർ പെർഫോമൻസ്. അവർ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ള ഒരു ബെഞ്ച് മാർക്കാണത്. എത്രത്തോളം അവർക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും, എന്തുകൊണ്ട് അവർ പെർഫോം ചെയ്യുന്നില്ല, അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് എൻ്റെ കാര്യം അറിയുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഒന്ന് രണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പറയും. എൻ്റെ സിസ്റ്ററുടെ മകള് സൗദാബി 1999 SSLC പരീക്ഷയ്ക്ക് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചു. അതോട് പിന്നെ ഫസ്റ്റ് റാങ്ക് കൊടുക്കൽ നിർത്തി ഗവൺമെന്റ്. അതിനുശേഷം ആർക്കും ഫസ്റ്റ് റാങ്ക് കൊടുത്തിട്ടില്ല. ആ ഫസ്റ്റ് റാങ്ക് ഇറ്റ് വാസ് എ റെക്കോർഡ് മാർക്ക് ആയിരുന്നു. ആ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ട് ഷീ വാസ് given receptions from north to south, from Kasaragod to Trivandrum, throughout. And this have resulted in motivating the people, the Muslim community, and both to her family as well as the public in general. അതൊരു റിനൈസൻസിന്റെ ഒരു വലിയൊരു ഇതായിരുന്നു. അതിന് കണ്ടമാനം എഫക്ട് കിട്ടി. അവരുടെ ഫാമിലി തന്നെ കണ്ടമാനം എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും ഒക്കെ അതിനുശേഷം ഉൾത്തിരിഞ്ഞ് MBA-ക്കാർ IITs IIMs ഒക്കെ കണ്ടമാനം വന്നു. അപ്പൊ ഇതുമാതിരി ഒരു മോട്ടിവേഷൻ ബാക്കിയുള്ളവർക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയൊരു വേദിയാണ്. എന്തിനാണ് ഈ മോട്ടിവേഷൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ എപ്പോഴും റിസർവേഷന്റെ പിന്നാലെ നടക്കുകയാണ്. ഞാൻ റിസർവേഷനിലാണ് എഞ്ചിനീയറിംഗ് ചേർന്നത്, സത്യമാണത്, മുസ്ലിം റിസർവേഷനിലാണ്. പക്ഷെ എൻ്റെ മക്കൾ റിസർവേഷനിലാണ് ചേർന്നത്. കാരണം ഞാൻ ടീമിൽ പെട്ടുപോയി. അപ്പൊ എന്തായി, അവര് മെറിറ്റിലായി. മെറിറ്റ് കിട്ടിയപ്പോഴോ എൻ്റെ രണ്ട് മക്കൾ ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ മെറിറ്റിലാണ് പഠിച്ചത്. ഒരാൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഒരാൾ മെക്കാനിക്കൽ എഞ്ചിനീയർ. മകന് മെറിറ്റിലാണ് പഠിച്ചത് ഇവിടെ മെഡിക്കൽ കോളേജ് തൃശ്ശൂർ. അപ്പൊ അതുമാതിരി നമ്മൾ മെറിറ്റിലേക്ക് നീങ്ങാൻ എന്താണ് കാരണം? റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ പോവുകയാണ് നമ്മള്. അപ്പൊ നമുക്കത് പോരാ, നമുക്ക് ഇത്രയും പറ്റുള്ളൂ എന്നുള്ളതല്ല, നമുക്ക് നമ്മുടെ കപ്പാസിറ്റി നമുക്ക് അറിയുന്നില്ല. വി ഷുഡ് ഐഡന്റിഫൈ അവർ കപ്പാസിറ്റി ആൻഡ് ഡു ദ ബെസ്റ്റ് ദാറ്റ് വി ക്യാൻ ഡു. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോ ഒരു ജസ്റ്റ് ഒരു 2 ദിവസം മുമ്പേ ജൂലൈ 22 ഹിന്ദുവിൽ പബ്ലിഷ് ചെയ്ത് വരുന്നതാണ്. മുസ്ലിം റെപ്രസെന്റേഷൻ ഇൻ ഗവൺമെന്റ് ജോബ് അവേഴ്സ് ഇൻ കേരള സേസ് സ്റ്റഡി. ഈ സ്റ്റഡി കണ്ടക്ടഡ് ബൈ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ടക്ട് ചെയ്ത ഒരു സ്റ്റഡി ഹിന്ദു പത്രത്തിൽ ജൂലൈ 22 വന്നിട്ടുണ്ട്. ജൂലൈ 22 ഇമ്പോർട്ടൻസ് അറിയാം എന്താണെന്ന്? ജൂലൈ 22 24/7 എന്നുള്ളത് നമുക്കറിയാം. എന്താണ് 24/7? 24 hours 7 days a week അല്ലെ? ജൂലൈ 22nd day of the 7th month, or in other words 20/5, 22/7. What is 22/7? 22/7 is by 3.14. So July 22nd is celebrated as Pi Day. 2 ദിവസം മുമ്പ് ജൂലൈ 22 വന്നപ്പോൾ ഇറ്റ് ഈസ് celebrated as Pi Day. Pi is very important. അത് സാന്ദർഭികമായിട്ടൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിന് പറഞ്ഞത് എന്തായിരുന്നു? വളരെ ഹിന്ദു പെട്ടുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു സ്റ്റഡിയാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റിൽ Muslim representation is only 1.8%. 1.8%. Whereas the scheduled caste itself is 6 to 7%. അതാണ്. അതേമാതിരി തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിൽ representation is only
ഒരു മിനിറ്റ്, വളരെ വളരെ പിറ്റിയബിളാണ്. 30%, whereas the Muslim population is 27.3%. അപ്പൊ അതിന് കിട്ടിയില്ല. ബാക്കിയുള്ള ഇത് നമുക്ക് ആവശ്യത്തിനുള്ള റിസർവേഷൻ ബാക്കിയുള്ള സിംഗിൾ സ്റ്റേറ്റ് ഗവൺമെന്റ് വളരെ കുറവാണ്. 1.8% ആണ് is negligible in spot. Whereas a caste Hindus they are doing very good. Why? നമ്മളത് ആരും തട്ടിയെടുക്കുന്നതല്ല, അവരെ കഴിവുകൊണ്ടുമല്ല, ഇത് നമ്മുടെ കഴിവുകേട് കൊണ്ടാണത്. നമ്മുടെ കഴിവുകേടാണ്, മുസ്ലിംസിന്റെ ഇടയിലുള്ള കഴിവുകേട്. അവർ വെറും കച്ചവടം ബാക്കിയുള്ള കാര്യമായിട്ട് ഇങ്ങനെ പോകാന്നല്ലാതെ വിദ്യാഭ്യാസ രംഗത്ത് അതിനുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണത്. ഇപ്പൊ IAS ഏറ്റവും കൂടുതൽ എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും ആണ് വരുന്നത്. IAS 80% റിട്ടേൺ, 20% എന്താണ് ഇന്റർവ്യൂ ആണ്. If we can excel, is 80% itself is more than sufficient to get an IAS for you. അപ്പോൾ നമ്മൾക്ക് ഓപ്പണിങ്സ് ആർ ദർ, ബട്ട് വി ആർ നോട്ട് യൂട്ടിലൈസിങ് ഇറ്റ്. ഈ അവാർഡ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്, ബാക്കിയുള്ളവരെ ഇക്വിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഏറ്റവും ഹയർ ലെവലിൽ പോകാൻ വേണ്ടിയിട്ട്. ഇഫ് യു ആർ എക്സൽ ഇൻ ഇറ്റ്, നോബഡി ക്യാൻ, നമ്മൾ ആരെയും നമ്മൾ തടയാൻ സാധിക്കില്ല. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എവിടെ പോയാലും നമുക്കിത് കിട്ടും. എൻ്റെ മകൻ ഇന്ത്യയിലെ പൈലറ്റായിട്ട് വർക്ക് ചെയ്യും. പൈലറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ വടക്കേ ഇന്ത്യക്കാർക്ക് മാത്രം പറഞ്ഞതായിരുന്നു, തെക്കേ ഇന്ത്യക്കാർക്ക് പറഞ്ഞതല്ല. അതേപോലെ തന്നെ അരിസ്റ്റോക്രാറ്റ്സും പൊളിറ്റിക്കൽ പാർട്ടീസ് ലീഡേഴ്സിന്റെ മക്കൾക്ക് പറഞ്ഞതായിരുന്നു, അല്ലാതെ ബാക്കിയുള്ളവർക്കല്ല. അതേമാതിരി ഒത്തിരി നെഗറ്റീവ് പോയിന്റ്സിനൊക്കെ ഇത് ചെയ്തിട്ടാണ് ഓരോരുത്തരും ഓരോ ലെവലിൽ എത്തുന്നത്. അപ്പൊ അതിനുള്ള സൗകര്യം ഉണ്ട്. ഇഫ് യു എക്സൽ, നോബഡി ക്യാൻ, ആർക്കും നമ്മളെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. വി ക്യാൻ ഗോ അഹെഡ്. സോ നമ്മൾക്ക് കിട്ടുന്നത്, നമ്മൾ മുമ്പ് നമ്മളിവിടെ ജനിച്ചപ്പോഴേ എന്താണ്, ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ട്, റോഡ് ഉണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്, എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്, ഉമ്മാന്റെ പാലും ഉണ്ട്, അല്ലേ? അടച്ചോൺ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, നമ്മളുണ്ടാക്കി. ഇതെല്ലാം നമ്മൾ യൂട്ടിലൈസ് എന്തിനു വേണ്ടിയിട്ട്? നോട്ട് ഫോർ അവർ ബെനിഫിറ്റ്, ബട്ട് ദ ബെനിഫിറ്റ് ഓഫ് അവർ ഫെലോ. ബാക്കിയുള്ളവർക്ക് ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഇതെല്ലാം ഉപയോഗപ്പെടുത്തേണ്ടത്. മനസ്സിലായോ? ഞാനെപ്പോഴും I am still an earning member giving an income tax. Income tax കൊടുത്ത് ഈ 75th ഇയറിലും I am an earning member giving an income tax. അപ്പൊ ഗവൺമെന്റ് എക്സ്ചേഞ്ചിലേക്ക്, എക്സ്ചക്കറിലേക്ക് നമ്മൾ എത്രത്തോളം കൊടുക്കാൻ സാധിക്കുമോ അത്രത്തോളം കൊടുക്കണം, എത്രത്തോളം ഏർണിങ്സ് ഉണ്ടാക്കണം. So that we can help the government and thereby help the weaker section of the community. അതാണ് നമ്മൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. So in this respect, I congratulate all those who have worked for this successful event, and with this I remain and I welcome this our Shivaram sir once more. Thank you very much.